മക്കളെ ഇവരെ പേടിക്കണ്ട. ഇവര് നമ്മുടെ സമൂഹത്തിലുള്ളവര് തന്നെയാണ്. ഇവര് ഈ വേല കൊണ്ടാണ് ജീവിക്കുന്നത്. ഇനി തൊട്ട് ഇവരെ മക്കളെ പേടിക്കരുത് കേട്ടോ. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് കഴിയുന്നവരാണ് ഗോത്രസമൂഹക്കാർ. കേരളത്തിൽ മുഴുവനുമായി 35ഓളം ഗോത്രസമൂഹക്കാരുണ്ട്. പണിയർ എന്ന ഗോത്രസമൂഹക്കാരാണ് എണ്ണത്തിൽ കൂടുതൽ. കല, സാഹിത്യം, കൃഷി, വൈദ്യം എന്നീ മേഖലകളിൽ അടുത്തറിഞ്ഞവരാണ് ഗോത്രസമൂഹക്കാർ. തനതായ സംഗീത പാരമ്പര്യമുള്ള നിരവധി ഗോത്രസമൂഹക്കാരുണ്ട്. നിലനിൽക്കുന്ന ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് നിരവധി ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളാണ് കേരള സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്നത്. ചില പദ്ധതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെ പോകുന്നു? തൊഴിലുറപ്പിന് പോകുന്നു. അതെന്താ? അതിലെ എല്ലാ കുടുംബത്തിലും 100 ദിവസത്തിൽ കുറയാതെ തൊഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്നു. അതെയോ? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. എങ്കിൽ ഞാനുമുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലേക്ക് ഞങ്ങളുമുണ്ട്. എവിടെ പോകുന്നു? ജോലിക്ക് പോകുന്നു. എനിക്ക് കൂടെ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ജോലിയുണ്ടോ? രമേ, നീ കൈവല്യ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തില്ലേ? കൈവല്യോ? അതെന്താ? ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. 25നും 55നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. അതെയോ? ഞാനും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. കൈവല്യ 25നും 55നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. അമ്മയോട് പറയൂ, സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നുണ്ടെന്ന്. ഞാനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്. അത് സാരമില്ല, അമ്മയെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. ശരി സാറേ. ജോലി ചെയ്യാൻ സാർ, ഞങ്ങളെ വീട്ടിൽ ബുദ്ധിമുട്ട് കാരണം അവർ എന്നെപ്പം ജോലിക്ക് വരുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തൊഴിലെടുക്കുന്നത് ശിക്ഷാർഹമാണ്. ഭാരതത്തിന്റെ നിരോധന പ്രകാരം നിങ്ങൾക്കും ശിക്ഷ ലഭിക്കണം. മാത്രമല്ല 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. ഞങ്ങൾ നാളെ തന്നെ സ്കൂളിൽ പോയി തുടങ്ങും. ബാലനയന ശിക്ഷാർഹമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്.